ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൻ്റെ മുകളിൽ 1.5 കോടി രൂപ മുടക്കി കിഫ്ബി ഫണ്ടിൽ നിന്ന് പ്രത്യേകം വീണ്ടും കെട്ടുകയാണ്. ഈ ബ്ലോക്കുകളെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അതിനകത്ത് ലിഫ്റ്റ്, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമാണ്. എല്ലാ ക്ലാസ് റൂമുകളും കുട്ടികൾക്ക് പരീക്ഷ നടത്താനും കുട്ടികൾക്ക് ലോക വിവരങ്ങൾ അറിയാനും കഴിയത്തക്ക രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിയമമണ്ഡലത്തിൻ്റെ അഭിമാനമായ വാഴമുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടങ്ങളുടെയും വികസന പദ്ധതികളുടെയും ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നിയമമണ്ഡലത്തിൽ നടപ്പിലാക്കിയ 900 കോടി രൂപയുടെ വികസന വിസ്മയങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ ചടങ്ങിൽ ഞാൻ കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം നാം 100 കോടി രൂപയാണ് ഈ കാലയളവിൽ നീക്കി വെച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്ത അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങൾ എന്ന ലക്ഷ്യം ഇന്ന് വാഴമുട്ടത്ത് യാഥാർത്ഥ്യമാവുകയാണ്. 10 കോടി രൂപ അനുവദിച്ചതിൽ ഒന്നാം ഘട്ടമായി 5 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ മനോഹരമായ പുതിയ സ്കൂൾ കെട്ടിടം ഇന്ന് നാം നാടിന് സമർപ്പിക്കുകയാണ്. രണ്ടാം ഘട്ടമായി 5 കോടി രൂപ കൂടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന അടുത്ത ഘട്ടത്തിൻ്റെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം നടത്തി. കൂടാതെ കിഫ്ബി ഫണ്ടിൽ നിന്നും 1.38 കോടി രൂപ വിനിയോഗിച്ചുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർത്തുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ലോകത്തെവിടെയുമുള്ള പഠന സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ലാബുകളും ക്ലാസ് മുറികളും ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ചുവരുകളുടെ ഭംഗിയല്ല, ക്ലാസ് റൂമുകളിലുള്ളിലെ വിജ്ഞാനത്തിൻ്റെ നിലവാരമാണ് നമ്മുടെ മാറ്റത്തിൻ്റെ അളവുകൾ. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, ആരോഗ്യം എന്നിങ്ങനെ സകല മേഖലകളിലും നിയമമെന്ന് കൈവരിച്ചിട്ടുള്ള മുന്നേറ്റം നിങ്ങൾക്കെല്ലാം നേരിട്ട് ബോധ്യമുള്ളതാണല്ലോ. 55 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികളും 290 കോടി രൂപയുടെ റോഡ് വികസനവും ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയിരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ വരും തലമുറയുടെ അറിവിൻ്റെ കേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി സഹകരിച്ച നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. വാഴമുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പുതിയ പദ്ധതികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്.